വെറുതെ നിങ്ങൾ പുറത്ത് പോയിട്ട് മുടിയുടെ കാര്യത്തിൽ പൈസ ചിലവാക്കരുതേ. ഈ ഒരു കാര്യം വെറുതെ അല്ല പറയുന്നത് കേട്ടോ. അതായത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മളൊരു ഹെയർ കണ്ടീഷണറാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ പുറത്ത് പോയി വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ച് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു എഫക്റ്റ് ഈ ഒരു സാധനത്തിന് കിട്ടും. അതിന് വേണ്ടിയിട്ടൊരു 6 വെണ്ടയ്ക്ക എടുക്കുന്നുണ്ട്. മിറ്റിയ വെണ്ടയ്ക്കയല്ല, നല്ല പിഞ്ച് വെണ്ടയ്ക്കാണ് ഞാൻ എടുക്കുന്നത്. അത് നല്ലവണ്ണം ഒന്ന് കഴുകണം. കഴുകുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. വേറെ ഒന്നുമല്ല, 1 സ്പൂണ് അല്ലെങ്കിൽ 1/2 സ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ആ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യം, നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനുശേഷം വെണ്ടയ്ക്കയെ നല്ലവണ്ണം കട്ട് ചെയ്തെടുക്കണം. അതായത് ഇതിൽ നിന്ന് ഒരു സാധനം ഞാൻ കളയുന്നില്ല, ഫുള്ളും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. വലുതായിട്ട് കട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. നമ്മുടെ വെണ്ടയ്ക്ക് കറി വയ്ക്കാൻ നുറുക്കുമ്പോൾ തന്നെ അറിയാലോ, ഒരു വഴുവഴുപ്പുള്ള ജെല്ല് കാണാം. ഈ ജെല്ല് സത്യത്തിൽ നല്ലൊരു ഹെയർ കണ്ടീഷണറാണ്. തികച്ചും നാച്ചുറലായി തന്നെ നമ്മുടെ മുടി കണ്ടീഷൻ ഉപയോഗിച്ചതുപോലെ തിളക്കമുള്ളതും ഒതുങ്ങിക്കിടക്കുന്നതുമാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ വെണ്ടയ്ക്കയിൽ നിരവധി പോഷകങ്ങളും മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി എന്നിവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലത് തന്നെയാണ്. മുടി നല്ല ആരോഗ്യത്തോടെ വളരുന്നതിനും മുടിക്ക് നല്ല ഉള്ളിൽ ലഭിക്കുന്നതിനും ഇത് സഹായിക്കും കേട്ടോ. കൂടാതെ മുടി കൊഴിച്ചിലകറ്റാനും ഇത് സഹായിക്കുന്നുണ്ട്. വെണ്ടയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് സത്യത്തിൽ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിൻ്റെ കൂടെ തന്നെ തലയിൽ നിന്നും താരനകറ്റാൻ വളരെയധികം സഹായിക്കും. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവാളയാണ്. കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്ലേറ്റിന് ഉണ്ടാകുന്ന കേടുപാടുകളാണ് മുടി കൊഴിച്ചിലിനും മുടിയുടെ ആരോഗ്യം നശിക്കാനും കാരണമാകുന്നത്. ഈ കെരാറ്റിൻ്റെ പ്രോട്ടീൻ പ്ലേറ്റുകളെ തമ്മിൽ ഒരുമിച്ച് ചേർത്തുന്ന, അതായത് മുടിയെ ഒറ്റ കവറിംഗ് ആയിട്ട് ഇതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഡൈസൾഫൈഡ് ബോണ്ടുകളാണ്. ഈ ബോണ്ടിലുണ്ടാകുന്ന കേടുപാടുകളാണ് മുടി കൊഴിയാനും മുടി പൊട്ടിപ്പോകാനും കാരണമാകുന്നത്. ഉള്ളി ജ്യൂസിലെ സൾഫർ ഈ ഡൈസൾഫൈഡ് ബോണ്ടിനെ ശക്തിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് മുടി കൊഴിച്ചിൽ മാറുന്നത്. ഇനി ഞാൻ എടുത്തത് 1 ഗ്ലാസ് തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ്. അതിലേക്ക് 1 ഗ്ലാസ് പച്ചവെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നേർപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നല്ലവണ്ണം തിളച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും അതുപോലെ തന്നെ സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലാക്കി അരച്ചെടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതിനുശേഷം നമുക്കിത് ഒരു തോർത്ത് ഉപയോഗിച്ച് പിഴിഞ്ഞ് മാറ്റാവുന്നതാണ്. നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. കഞ്ഞിവെള്ളത്തിൽ അമിനോ ആസിഡുകളും മിനറൽസും വൈറ്റമിൻസും ധാതുക്കളും എല്ലാം തന്നെ മുടി വളർച്ച ഉത്തേജിപ്പിക്കുകയും ഇത് പതിവായി ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ കഞ്ഞിവെള്ളം ഡെയിലി തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഞ്ഞിവെള്ളം മുടിയെ മൃദുവും മിനുസമാർന്നുമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇത് മുടിയുടെ വരൾച്ച മാറ്റും. അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം നൽകാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. മുടിയുടെ മൊത്തത്തിലുള്ള ഒരു ഘടന മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം സഹായിക്കും. ഇത് ശ്രദ്ധിക്കുക, അരിക്കുന്ന സമയത്ത് അരിപ്പ ഉപയോഗിച്ച് അരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അതുകൊണ്ട് തോർത്താവുമ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത് തണുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുളിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുൻപേ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം. ഷാമ്പൂസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒട്ടും തന്നെ സമയമില്ലാത്തവർക്കാണെങ്കിൽ ഈ സ്റ്റെപ്പ് കേട്ടോ, ഇത് അരിച്ചിട്ടെടുക്കുന്നത്. സമയമുള്ളവർക്കാണെങ്കിൽ നമ്മൾ അരച്ച പോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പൊടിയൊക്കെ കഴുകിയതിന് ശേഷം ഉണങ്ങുമ്പം അത് തനിയെ പൊയ്ക്കോളും. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം. ആ ഒരു ഗുണം മാത്രമേ ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കുന്നത് കൊണ്ട് ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹെയറിന് നല്ലൊരു കണ്ടീഷൻ എഫക്റ്റ് തന്ന് നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ ആരോഗ്യമുള്ളതാക്കി മാറ്റാനും നല്ല ഭംഗിക്ക് കിടക്കാനും സഹായിക്കുന്ന ഒരു മാജിക്കൽ ഹെയർ മാസ്ക് എന്ന് തന്നെ നമുക്കിതിനെ പറയാം കേട്ടോ. ഹെയർ മാസ്കിനുപരിയായിട്ട് ഹെയർ കണ്ടീഷണർ. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കുറഞ്ഞത് ചെയ്യുക. തുടർച്ചയായിട്ട് ഒരു 6-7 മാസം ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ചുമ്മാ നമ്മൾ പുറത്ത് പോയി പൈസ കളയുന്നതിനേക്കാളും വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് സിമ്പിളായിട്ട് മുടിയെ നല്ല കണ്ടീഷനായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട്.